വെൽക്കം. ഇംഗ്ലീഷിൽ ലോങ് സെന്റൻസസ് എങ്ങനെ നിർമ്മിക്കാം എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്നും അത് തന്നെയാണ് ചെയ്യുന്നത്. സിമ്പിൾ പ്രസന്റും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസും ഉപയോഗിച്ച് എങ്ങനെ സ്റ്റേറ്റ്മെന്റ്സും ക്വസ്റ്റ്യൻസും നിർമ്മിക്കാം എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഞാൻ മലയാളത്തിൽ കുറച്ച് സെന്റൻസസ് പറയും, നിങ്ങളത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കണം. ഈ ഷർട്ട് എനിക്ക് പാകമല്ല, ചെറിയ സൈസ് ഉണ്ടോ? ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? ഷർട്ട് അല്ലെ. ഈ ഷർട്ട് എന്ന് പറയുമ്പോൾ ദിസ് ഷർട്ട് ആർക്കാണ് പാകമല്ലാത്തത്? എനിക്ക്. അപ്പൊ ഞാനാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്, മീ. ഡ്രസ്സ് നമുക്ക് പാകമാണ്, നമ്മുടെ സൈസ് തന്നെയാണ്. നമ്മൾ എങ്ങനെ പറയാം ഇംഗ്ലീഷിൽ? നമ്മൾ അതിനെ ഫിറ്റ് എന്ന് പറയുന്ന വെർബാണ് ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് പാകമല്ല എന്നാണ് പറയേണ്ടത് അല്ലെ. നെഗറ്റീവ് സെന്റൻസ് ആണ് നമുക്ക് വേണ്ടത്. ആണ്, അല്ല, ഇല്ല, വേണം, വേണ്ട, ഇതെല്ലാം പറയാൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഫോം എന്താണ്? അത് നമ്മൾ V1 ഉപയോഗിച്ചാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് നെഗറ്റീവ് ഫോം എന്ന് പറയുമ്പോൾ ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കും. നമ്മൾ ഡോണ്ട് അല്ലെങ്കിൽ ഡസന്റ് ഉപയോഗിച്ചാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒരു നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഷർട്ട് എനിക്ക് പാകമല്ല എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ആദ്യം നമ്മൾ സബ്ജക്റ്റ് ഉപയോഗിച്ച് തുടങ്ങും, ദിസ് ഷർട്ട്. അതിനുശേഷം ഫിറ്റ് എന്നുള്ളതിന്റെ നെഗറ്റീവ് ഫോം എന്താണ്? ഇവിടെ സബ്ജക്റ്റ് ദിസ് ഷർട്ട് എന്ന് പറയുന്ന സിംഗുലർ നൗൺ ആണ്. നമ്മൾ ഡു ഉപയോഗിക്കുക പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയാണ്, ഡസ് ഉപയോഗിക്കുക സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ഷർട്ട് എന്ന് പറയുന്ന സിംഗുലർ നൗൺ ആയത് കാരണം നമുക്ക് വേണ്ടത് ഡസ് ആണ്. അതിന്റെ നെഗറ്റീവ് ഫോം ഡസ് നോട്ട് അല്ലെങ്കിൽ ഡസിന്റ്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് പറയുക, ദിസ് ഷർട്ട് ഡസിൻ ഫിറ്റ് മീ. ഈ ഷർട്ട് എനിക്ക് പാകമല്ല. ഡസ് നോട്ട് എന്നതിന് ശേഷം നമ്മൾ ഫിറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ ഫിറ്റ്സ് എന്നല്ല അവിടെ പറയുന്നത്. സബ്ജക്റ്റ് സിംഗുലർ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഡസ് ഉപയോഗിച്ചത്. ഇനി അതിന് ശേഷം ഫിറ്റ്സ് എന്ന് പറയരുത്. നമുക്കിപ്പോൾ ഇത് അഫിർമേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയാം, ദിസ് ഷർട്ട് ഫിറ്റ്സ് മീ എന്നാണ് പറയുക. അവിടെ ഫിറ്റ്സ് എന്ന് പറയാൻ കാരണം സബ്ജക്റ്റ് സിംഗുലർ ആയ ഷർട്ട് ആയതുകൊണ്ടാണ്. പക്ഷെ അതിനെ നെഗറ്റീവിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ അവിടെ ഡസ് ഉപയോഗിച്ചു. അത് തന്നെ ഒരു സിംഗുലർ വെർബാണ്. ഇനി അതിനുശേഷം ഡൂവിനും ഡസിനും ഡിഡിനും ശേഷം നമ്മൾ ഉപയോഗിക്കുക V1 ആണ്. അതിന്റെ കൂടെ എസ് ആഡ് ചെയ്യില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ പറയുക ദിസ് ഷർട്ട് ഡസിൻ ഫിറ്റ് മീ എന്നാണ്. ദിസ് ഷർട്ട് ഡസിൻ ഫിറ്റ്സ് മീ എന്ന് പറയരുത്. ചെറിയ സൈസ് ഉണ്ടോ? അതാണ് ചോദിക്കേണ്ടത്. അപ്പം നമുക്ക് എങ്ങനെ ചോദിക്കാം? ചെറിയ സൈസ് എന്ന് പറയുമ്പോൾ സ്മോൾ സൈസ്. നമ്മളിവിടെ ചോദിക്കുന്നത് എന്താ? ഹാവ് യു ഗോട്ട് എ സ്മോളർ സൈസ് എന്നാണ് ചോദിക്കുന്നത്. അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? നമ്മളിവിടെ സ്മോളർ എന്ന് ഉപയോഗിക്കാൻ എന്താ കാരണം? കാരണം നമ്മുടെ കയ്യിലൊരു ഷർട്ടുണ്ട്, അതിനേക്കാളും ചെറുതാണ് നമുക്ക് വേണ്ടത് അല്ലെ. സ്മോൾ സൈസ് എന്ന് പറയുമ്പോൾ ചെറിയ സൈസ്, സ്മോളർ സൈസ് എന്ന് പറയുമ്പോൾ മറ്റൊന്നിനേക്കാളും ചെറുതായത്. അപ്പൊ നമുക്കിവിടെ നമ്മുടെ കയ്യിലുള്ളതിനേക്കാളും ചെറിയ സൈസാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മളിവിടെ സ്മോളർ സൈസ് എന്ന് പറയുന്നത്. ഹാവ് യു ഗോട്ട് എ സ്മോളർ സൈസ്. നമുക്കിത് വേറൊരു രീതിയിലും ചോദിക്കാം, ഡു യു ഹാവ് എ സ്മോളർ സൈസ്. ഹാവ് യു ഗോട്ട് എന്ന അതേ മീനിങ് തന്നെയാണ് ഡു യു ഹാവ് എന്ന് പറയുമ്പോഴും. അത് ഏത് ഉപയോഗിക്കണം എന്നുള്ളത് നമ്മുടെ ചോയ്സ് ആണ്. ഈ നിറം എനിക്ക് ചേരുന്നില്ല. ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? ദിസ് കളർ അല്ലെ. ഈ നിറം ആർക്കാണ് ചേരാത്തത്? എനിക്കാണ് ചേരാത്തത്. അപ്പൊ ഞാനാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ഒരു നിറം നമുക്ക് ചേരുന്നുണ്ട് അല്ലെങ്കിൽ ചേരുന്നില്ല എന്നൊക്കെ പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് എന്താണ്? സൂട്ട്, SUIT. നമുക്ക് ആദ്യം ഇതിന്റെ അഫിർമേറ്റീവ് ഫോം എന്ന് പറഞ്ഞു നോക്കാം. അതായത് ഈ നിറം എനിക്ക് ചേരുന്നുണ്ട്. അതെങ്ങനെയാ നമ്മൾ പറഞ്ഞു നോക്കുക? അപ്പൊ നമ്മൾ സബ്ജക്റ്റ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യും, ദിസ് കളർ സൂട്ട്സ് മീ അല്ലെ. ഈ നിറം എനിക്ക് ചേരുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ സൂട്ട് എന്ന വെർബിന് ശേഷം ഒരു എസ് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടുത്തെ സബ്ജക്റ്റ് കളർ എന്ന് പറയുന്ന സിംഗുലർ നൗൺ ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ സൂട്ട്സ് എന്ന് പറയുന്നത്. ഇനി ഈ നിറം എനിക്ക് നന്നായി ചേരുന്നുണ്ട് എന്നാ പറയേണ്ടതെങ്കിലോ? അപ്പൊ നമ്മൾ എന്താ പറയാ? ദിസ് കളർ സൂട്ട്സ് മീ വെൽ. നമ്മൾ അതിനുശേഷം വെൽ എന്നൊരു അഡ്വർബ് ആഡ് ചെയ്തു. ഈ വെൽ എന്ന അഡ്വർബ് എല്ലായ്പ്പോഴും സെന്റൻസിന്റെ അവസാനം തന്നെയാണ് വരിക. അതിനർത്ഥം നന്നായി, നല്ലതുപോലെ, അതൊക്കെയാണ് ആ വേർഡിന് അർത്ഥം. ഇനി നമുക്ക് ഇതിനെ നെഗറ്റീവിലേക്ക് മാറ്റി നോക്കാം. അപ്പൊ ഈ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ നെഗറ്റീവ് ഫോം ഉണ്ടാക്കാൻ നമ്മൾ എന്താ ചെയ്യാം? ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കും. സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ നമ്മൾ ഡു ഉപയോഗിക്കും, സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ നമ്മൾ ഡസ് ഉപയോഗിക്കും. ഇവിടുത്തെ സബ്ജക്റ്റ് കളർ എന്ന് പറയുന്ന സിംഗുലർ നൗൺ ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുക ഡസ് നോട്ട് ആണ്. അപ്പൊ നമ്മൾ ഇതിനെ നെഗറ്റീവിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണ് വരിക? ദിസ് കളർ ഡസ് നോട്ട് സൂട്ട് മീ. ഡസ് നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് ഡസിൻ. അതിനുശേഷം നമ്മൾ സൂട്ട്സ് എന്ന് പറയുന്നില്ല. അഫിർമേറ്റീവ് സെന്റൻസിൽ നമ്മൾ പറഞ്ഞത് ദിസ് കളർ സൂട്ട്സ് മീ എന്നാണ്. അതിന്റെ നെഗറ്റീവ് സെന്റൻസിൽ നമ്മൾ പറയുന്നത് ദിസ് കളർ ഡസിൻ സൂട്ട് മീ എന്നാണ്. ഡു, ഡസ്, ഡിഡ്. അതിനുശേഷം നമ്മൾ V1 ആണ് ഉപയോഗിക്കുക. അതിന്റെ കൂടെ എസ് ആഡ് ചെയ്യില്ല. ഈ ഹെയർ സ്റ്റൈൽ നിനക്ക് ചേരുന്നില്ല. ഇത് നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ഇവിടുത്തെ സബ്ജക്റ്റ് ഹെയർ സ്റ്റൈൽ ആണ്. ദിസ് ഹെയർ സ്റ്റൈൽ നിനക്ക് ചേരുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഒബ്ജക്റ്റ് ആരാണ്? യു ആണ്. മലയാളം സെന്റൻസിന്റെ വേർഡ് ഓർഡർ അല്ല ഒരു ഇംഗ്ലീഷ് സെന്റൻസിനുള്ളത്. മലയാളത്തിൽ നമുക്ക് സബ്ജക്റ്റിന് ശേഷം ഒബ്ജക്റ്റ് വരും, അതിനുശേഷമാണ് വെർബ് വരും. ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. ഇംഗ്ലീഷിൽ സബ്ജക്റ്റിന് ശേഷം വരുന്നത് വെർബാണ്, അതിനുശേഷം അവസാനമായിട്ടാണ് ഒബ്ജക്റ്റ് വരിക. അപ്പൊ നമ്മളിതിവിടെ ഇങ്ങനെയാണ് പറയുക, ദിസ് ഹെയർ സ്റ്റൈൽ. ഇവിടെയും സബ്ജക്റ്റ് ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്ന സിംഗുലർ നൗൺ ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? ഡസിൻ എന്ന് പറയും. ദിസ് ഹെയർ സ്റ്റൈൽ ഡസിൻ സൂട്ട് യു.
ബഹളം ഉണ്ടാക്കരുത്, ഞാൻ ജോലിയിൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കുകയാണ്. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ശബ്ദം ഉണ്ടാക്കുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം മേക്ക് നോയ്സ് എന്നാണ്. ബഹളം ഉണ്ടാക്കുക അല്ലെങ്കിൽ അധികം ശബ്ദം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ടു മച്ച് നോയ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ സോ മച്ച് നോയ്സ് എന്ന് പറയാം. ഉണ്ടാക്കരുത് എന്ന് പറയാൻ നമ്മൾ എന്താ പറയാം? ഡോണ്ട് മേക്ക് എന്ന് പറയും. ഇതൊരു ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. നമ്മൾ ഇംപറേറ്റീവ് സെന്റൻസിന്റെ സബ്ജക്റ്റ് നമ്മൾ മെൻഷൻ ചെയ്യാറില്ല. ഇംപറേറ്റീവ് സെന്റൻസിന്റെ സബ്ജക്റ്റ് എപ്പോഴും കേൾക്കുന്നയാളാണ്, അതായത് യു ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന വെർബും ഡു ആണ്. അപ്പൊ നമ്മളിത് ഇങ്ങനെയാണ് പറയുക: ഡോണ്ട് മേക്ക് സോ മച്ച് നോയ്സ്, അല്ലെങ്കിൽ ഡോണ്ട് മേക്ക് ടു മച്ച് നോയ്സ്. ഞാൻ ജോലിയിൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കുകയാണ്. ഇതെങ്ങനെ പറയും? ഞാൻ ജോലിയിൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയുമ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ടെൻസ് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഫോം എന്ന് പറയുന്നത് ഈസ്, ആം, ആർ പ്ലസ് ING ആണ്. അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് ഐ ആണ്. ഞാൻ ജോലിയിൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കുകയാണെന്നല്ലേ പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ സബ്ജക്റ്റ് ഐ ആയതുകൊണ്ട് നമ്മൾ അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന വെർബ് ആം ആണ്. ഐ ആം ട്രൈങ്. ശ്രമിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഐ ആം ട്രൈയിങ്. എന്തിനാ ശ്രമിക്കുന്നത്? ടു കോൺസെൻട്രേറ്റ്, ശ്രദ്ധിക്കാൻ. ശ്രദ്ധിക്കാൻ എന്ന മീനിങ്ങിൽ നമ്മൾ ടു കോൺസെൻട്രേറ്റ് എന്ന് പറയും. എന്തിനു മുകളിൽ? ഓൺ മൈ വർക്ക്. ഞാൻ എൻ്റെ ജോലിയിൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്: ഡോണ്ട് മേക്ക് സോ മച്ച് നോയ്സ്, ഐ ആം ട്രൈങ് ടു കോൺസെൻട്രേറ്റ് ഓൺ മൈ വർക്ക്. ഇനിയിപ്പോൾ പഠനത്തിൽ ശ്രദ്ധിക്കാനാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഐ ആം ട്രൈങ് ടു കോൺസെൻട്രേറ്റ് ഓൺ മൈ സ്റ്റഡീസ് എന്ന് പറയും. സ്റ്റഡീസ് പ്ലൂറൽ ഫോം ആണ് കേട്ടോ. നമുക്കിവിടെ കോൺസെൻട്രേറ്റ് എന്ന വെർബിന് പകരം ഫോക്കസ് എന്ന വെർബും പറയാം. ഐ ആം ട്രൈങ് ടു ഫോക്കസ് ഓൺ മൈ വർക്ക്. നമുക്ക് ഇപ്പോൾ പുറത്തു പോകാം, മഴ ഇപ്പോൾ പെയ്യുന്നേയില്ല. ഇങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്യാം എന്ന് നമ്മൾ അങ്ങനെ അങ്ങോട്ട് ഒരു സജഷൻ അങ്ങോട്ട് വെക്കുന്നതിന് വേണ്ടി നമ്മൾ പറയുന്ന എക്സ്പ്രഷൻ ലെറ്റ്സ് ആണ്. ലെറ്റ് അസ്. അപ്പൊ നമുക്കിപ്പോൾ പുറത്തു പോകാം എന്ന് പറയുമ്പോൾ ഗോ ഔട്ട്. പുറത്തു പോകുക എന്നതിന് ഗോ ഔട്ട് എന്ന് പറയും. ഇപ്പോൾ എന്ന് പറയുമ്പോൾ നൗ. അപ്പൊ നമ്മൾ അത് എങ്ങനെയാ പറയാ? ലെറ്റ്സ് ഗോ ഔട്ട് നൗ. നമുക്ക് ഇപ്പോൾ പുറത്തു പോകാം. ലെറ്റ് ഉപയോഗിക്കുന്ന സെന്റൻസസിൽ ലെറ്റ് ഉപയോഗിച്ചാണ് അത് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ടു ഗോ എന്നല്ല പറയുന്നത്. ലെറ്റിന് ശേഷം നമ്മൾ എപ്പോഴും ടു ഉപയോഗിക്കില്ല. ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ഫോമാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ലെറ്റ് അസ് ടു ഗോ എന്നല്ല നമ്മൾ പറയുന്നത്. ലെറ്റ്സ് ഗോ ഔട്ട് നൗ. നമുക്ക് ഇപ്പോൾ പുറത്തു പോകാം. മഴ ഇപ്പോൾ പെയ്യുന്നേയില്ല. മഴ പെയ്യുന്നുണ്ടെന്ന് എങ്ങനെയാണ് നമ്മൾ പറയാം? അതൊരു കണ്ടിന്യൂസ് ആക്ടിവിറ്റിയാണ് അല്ലെ. മഴ പെയ്യാന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സെക്കൻഡിൽ ആ സമയത്ത് നടക്കുന്ന ഒരു പ്രവൃത്തിയല്ല, അത് തുടർച്ചയായ ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മഴ പെയ്യുന്നതിനെ കുറിച്ച് പറയുക ഇറ്റ് ഈസ് റെയിനിങ് എന്നാണ് പറയുക. റെയിൻ ഈസ് ഫോളിംഗ് എന്നല്ല പറയുന്നത്, ഇറ്റ് ഈസ് റെയിനിങ് എന്നാണ്. ഇവിടുത്തെ സബ്ജക്റ്റ് എപ്പോഴും ഇറ്റ് ആയിട്ടാണ് പറയാം. ഇറ്റ് ഈസ് റെയിനിങ്, ഇറ്റ് ഈസ് സ്നോയിങ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാം. മഴ പെയ്യുന്നുണ്ട്, മഞ്ഞ് പെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ചെല്ലാം പറയാൻ നമ്മൾ സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുന്ന ഇറ്റ് ആണ്. അപ്പോൾ മഴ ഇപ്പോൾ പെയ്യുന്നേ ഇല്ല എന്ന അർത്ഥത്തിൽ നമ്മൾ എന്താ പറയുക? ഇറ്റ് ഈസ് നോട്ട് റെയിനിങ്. മഴ പെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് റെയിനിങ്. മഴ പെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റെയിനിങ്. ഇവിടെ നമ്മൾ പെയ്യുന്നേ ഇല്ല എന്ന മീനിങ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഒരു എനി മോർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് റെയിനിങ് എനി മോർ. ഇപ്പോൾ മഴ പെയ്യുന്നേ ഇല്ല. എനി മോർ എന്ന് പറയുമ്പോൾ ആ ഒരു മീനിങ് ആണ്. ഇപ്പോൾ ഒട്ടും ഇല്ല എന്നൊരു മീനിങ്ങിലാണ് നമ്മൾ എനി മോർ അവിടെ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് റെയിനിങ് എനി മോർ. നീ ഇംഗ്ലീഷ് സംസാരിക്കുമോ? ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും എന്നെങ്ങനെയാ ഇംഗ്ലീഷിൽ പറയാം? ഐ സ്പീക്ക് ഇംഗ്ലീഷ് അല്ലെ. സംസാരിക്കും എന്നതിന് നമ്മൾ സ്പീക്ക് എന്ന വർഗ്ഗം. ഭാഷകളൊക്കെ സംസാരിക്കുന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ സ്പീക്ക് എന്നാണ് പറയാം, ടോക്ക് എന്നല്ല പറയാം. ഐ സ്പീക്ക് ഇംഗ്ലീഷ് ആണ്. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം എന്ന അർത്ഥത്തിൽ നമ്മൾ പറയുന്നത്. ഇനി സംസാരിക്കുമോ എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് ആരോടാ ചോദിക്കുന്നത്? ഇവിടുത്തെ സബ്ജക്റ്റ് നീ ആണ്. നീ എന്ന് പറയുമ്പോൾ യു. ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഇത് ഐ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഇങ്ങനെ ആളുകളുടെ കഴിവുകളെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കാനെല്ലാം നമ്മൾ എപ്പോഴും സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെയാണ് ഉപയോഗിക്കുക. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാൻ നമ്മൾ ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കുകയല്ല. ഡു ഉപയോഗിക്കുക പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയാണ്. സബ്ജക്റ്റ് ഐ അല്ലെങ്കിൽ യു ആവുമ്പോഴും നമ്മൾ ഡു ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് നീ ആണ്. ഡസ് ഉപയോഗിക്കുക സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടിയാണ്. അപ്പോൾ സബ്ജക്റ്റ് നീ ആയത് കാരണം നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് എന്താണ്? ഡു ആണ്. ഒരു ക്വസ്റ്റ്യനിൽ ആദ്യം വരിക ഓക്സിലറി വെർബാണ്, അതിനുശേഷമാണ് ഒരു ക്വസ്റ്റ്യനിൽ സബ്ജക്റ്റ് വരിക. അപ്പം നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡു, അതിനുശേഷം സബ്ജക്റ്റ് വരും. ഡു യു, പിന്നെയോ സ്പീക്ക്, സംസാരിക്കുമോ? ഡു യു സ്പീക്ക്, എന്ത് സംസാരിക്കുമോ? ഇവിടുത്തെ ഒബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ്, അത് അവസാനം വരും. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്. നീ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്ന് പറയുമ്പോൾ നമ്മളത് ചോദിക്കുമ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് സബ്ജക്റ്റ് ആദ്യം വന്നു, പിന്നെ ഒബ്ജക്റ്റ്, അതിന് ശേഷമാണ് മലയാളത്തിൽ അതിന്റെ വെർബ് വരുന്നത്. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. ഇംഗ്ലീഷിൽ ആദ്യം സബ്ജക്റ്റ് വരും, അതിനുശേഷം വെർബ്, പിന്നെ ഒബ്ജക്റ്റ് ആണ് വരിക. ഒരു ക്വസ്റ്റ്യൻ ആകുമ്പോൾ ആദ്യം ഒരു ഓക്സിലറി വെർബ് വരും, അതിനുശേഷം സബ്ജക്റ്റ്, അതിനുശേഷം വെർബ്, പിന്നെയാണ് ഒബ്ജക്റ്റ് വരുന്നത്. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്. നീ എത്ര തവണ നിന്റെ അമ്മയെ ഫോൺ ചെയ്യാറുണ്ട്?
അതായത് എത്ര പ്രാവശ്യം ഇപ്പോൾ ഒരു ദിവസം എത്ര പ്രാവശ്യം ഫോൺ ചെയ്യുന്നുണ്ടെന്നാണ് ചോദ്യം. ഫ്രീക്വൻസിയെ കുറിച്ചാണ് ചോദ്യം. എത്ര പ്രാവശ്യം അല്ലെങ്കിൽ എത്ര തവണ, അതെല്ലാം ചോദിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ ഹൗ ഓഫൺ എന്നാണ്. ഓഫൺ എന്ന് പറയുമ്പോൾ കൂടെ ഇടയ്ക്കിടെ അതെല്ലാമാണ് അതിനർത്ഥം. അപ്പോൾ ഹൗ ഓഫൺ എന്ന് പറയുമ്പോൾ എത്ര പ്രാവശ്യം അല്ലെങ്കിൽ എത്ര തവണ, എപ്പോഴെല്ലാം, ഇതെല്ലാമാണ് അതിനർത്ഥം. ഹൗ എന്ന് പറയുന്നത് ഒരു WH ക്വസ്റ്റ്യൻ വേർഡ് ആണ്. അതൊരു സെന്റൻസിൽ വരുമ്പോൾ ഒരു WH ക്വസ്റ്റ്യൻ എപ്പോഴും ആ WH ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ച് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ആദ്യം വരും. അതിനുശേഷമാണ് ഓക്സിലറി വെർബും സബ്ജക്റ്റും എല്ലാം വരും. അപ്പം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുക ഹൗ ഓഫൺ വെച്ചിട്ടാണ്. എത്ര പ്രാവശ്യം അല്ലെങ്കിൽ എത്ര തവണ എന്ന അർത്ഥത്തിൽ നമ്മളിവിടെ ഹൗ ഓഫൺ എന്ന് പറയും. ഹൗ ഓഫൺ, സബ്ജക്റ്റ് ആരാണ്? നീ ആണ് അല്ലേ. അപ്പൊ സബ്ജക്റ്റ് നീ ആവുമ്പോൾ ഇത് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നമ്മൾ ഇതും പറയുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമുക്ക് ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കണം. ഇവിടുത്തെ സബ്ജക്റ്റ് നീ ആയത് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി ഏതാണ്? ഡു ആണ്. അപ്പൊ നമ്മളിത് ഇങ്ങനെ പറയും, ഹൗ ഓഫൺ ഡു, അതിനുശേഷം സബ്ജക്റ്റ് ആയ യു വരും. എപ്പോഴും ക്വസ്റ്റ്യനിൽ ഓക്സിലറി വെർബ് ആദ്യം വരും, അതിനുശേഷമാണ് സബ്ജക്റ്റ് വരിക. ഹൗ ഓഫൺ ഡു യു, അമ്മയെ വിളിക്കുക എന്നുള്ളതിന് കോൾ അല്ലെങ്കിൽ ഫോൺ എന്ന് പറയാം. ഹൗ ഓഫൺ ഡു യു ഫോൺ യുവർ മദർ, നീ എത്ര പ്രാവശ്യം നിന്റെ അല്ലെങ്കിൽ എത്ര സമയം കൂടുമ്പോൾ നിന്റെ അമ്മയെ ഫോൺ ചെയ്യാറുണ്ട് എന്നാണ് ഈ ചോദ്യത്തിന് അർത്ഥം. ഹൗ ഓഫൺ ഡു യു ഫോൺ യുവർ മദർ, നോക്കിയാൽ അറിയാം നമ്മൾ ഹൗ ഓഫൺ എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഡു എന്ന ഓക്സിലറി വെർബ് വന്നു, അതിനുശേഷം സബ്ജക്റ്റ്, പിന്നെയാണ് മെയിൻ വെർബായ ഫോൺ അല്ലെങ്കിൽ കോൾ വരുന്നത്. ലാസ്റ്റ് ആണ് വരുന്നത് ഒബ്ജക്റ്റ്. അമ്മയാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. അപ്പൊ യുവർ മദർ, നിന്റെ അമ്മ എന്ന് പറയുമ്പോൾ യുവർ മദർ, അത് അവസാനം വന്നു. ഇനി ഇതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഗ്രാൻഡ് പാരന്റ്സിനെ വിസിറ്റ് ചെയ്യുന്നത് എത്ര പ്രാവശ്യം വിസിറ്റ് ചെയ്യാറുണ്ട് ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ എന്നൊക്കെയാണ് ചോദിക്കേണ്ടതെങ്കിലോ, അപ്പോഴും നമുക്ക് ഈ ഹൗ ഓഫൺ ഉപയോഗിച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മളത് ഇങ്ങനെയാണ് ചോദിക്കുക, ഹൗ ഓഫൺ ഡു യു വിസിറ്റ് യുവർ ഗ്രാൻഡ് പാരന്റ്സ്. ഹൗ ഓഫൺ ഡു യു വിസിറ്റ് യുവർ ഗ്രാൻഡ് പാരന്റ്സ്, എത്ര പ്രാവശ്യം നീ നിന്റെ ഗ്രാൻഡ് പാരന്റ്സിനെ വിസിറ്റ് ചെയ്യാറുണ്ട്. ഇന്ന ഇയർ എന്ന് വേണമെങ്കിൽ അതിന്റെ കൂടെ ആഡ് ചെയ്യാം, ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം എന്നർത്ഥം. കൂടെ പോകുന്നവരാണെങ്കിൽ ഹൗ ഓഫൺ ഡു യു വിസിറ്റ് യുവർ ഗ്രാൻഡ് പാരന്റ്സ് ഇൻ എ മന്ത്, ഒരു മാസം എത്ര പ്രാവശ്യം അവരെ സന്ദർശിക്കാറുണ്ട്, അതാണ് ഈ ചോദ്യത്തിനർത്ഥം. നീ എപ്പോഴെല്ലാം സിനിമയ്ക്ക് പോവാറുണ്ട്, ഇതും തന്നെ ഫ്രീക്വൻസിയെ കുറിച്ചാണ് ചോദ്യം. എപ്പോഴെല്ലാം സിനിമയ്ക്ക് പോവാറുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടെ ഉദ്ദേശിച്ചത് അതാണ്, എത്ര പ്രാവശ്യം പോവാറുണ്ട്, ആ മീനിങ്ങിലാണ് ഞാനിത് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ സിനിമയ്ക്ക് പോവുക എന്ന് എങ്ങനെയാ പറയാ നമ്മൾ ഇംഗ്ലീഷിൽ? നമ്മൾ അതിന് പറയാ, സിനിമയ്ക്ക് പോവുക എന്ന് പറയുമ്പോൾ നമ്മളൊരു തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതിന് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഗോ ടു ദ മൂവീസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഗോ ടു ദ സിനിമ എന്ന് പറയാം. മൂവീസ് എന്നാണ് പറയുന്നത്, അവിടെ പ്ലൂറൽ എക്സ്പ്രഷൻ ആണ്, ശ്രദ്ധിക്കുക. അപ്പൊ ഗോ ടു ദ മൂവീസ്ന്നോ അല്ലെങ്കിൽ ഗോ ടു ദ സിനിമ എന്നോ പറയാം. എത്ര പ്രാവശ്യം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ആദ്യം ഹൗ ഓഫൺ ഉപയോഗിക്കും. ഹൗ ഓഫൺ, ഇവിടെയും സബ്ജക്റ്റ് നീ ആണ്, യു ആണ്. അതുകൊണ്ട് നമ്മളിത് ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ഡു എന്ന ഓക്സിലറിയാണ് ഉപയോഗിക്കുന്നത്. ഹൗ ഓഫൺ ഡു യു ഗോ ടു ദ മൂവീസ്, നീ എത്ര പ്രാവശ്യം സിനിമയ്ക്ക് പോവാറുണ്ട്. അല്ലെങ്കിൽ നമുക്കിത് ഗോ ടു ദ സിനിമ എന്നും പറയാം, നമുക്ക് ഇങ്ങനെയും പറയാം, ഹൗ ഓഫൺ ഡു യു ഗോ ടു ദ സിനിമ. അപ്പോൾ ഗോ ടു ദ മൂവീസ് അല്ലെങ്കിൽ ഗോ ടു ദ സിനിമ, സിനിമയാകുമ്പോൾ അത് സിംഗുലർ ഫോമിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്, പക്ഷേ മൂവിയുടെ കൂടെ നമ്മൾ മൂവീസ് എന്നാണ് പറയുന്നത്, പ്ലൂറൽ ഫോമാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കുക. ഇനി എപ്പോഴെല്ലാം അല്ലെങ്കിൽ എത്ര പ്രാവശ്യം സിനിമ കാണാറുണ്ടെന്നാണ് ചോദിക്കുന്നതെങ്കിലോ, അപ്പൊ നമ്മളത് എങ്ങനെയാ ചോദിക്കുക? ഹൗ ഓഫൺ ഡു യു വാച്ച് മൂവീസ്. ഗോ ടു ദ മൂവീസ് എന്ന് പറയുമ്പോൾ തിയേറ്ററിലേക്ക് പോയി സിനിമ കാണുന്നതിനെ കുറിച്ചാണ്. രാഹുൽ ജർമ്മനിയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് അവൻ ജർമ്മൻ പഠിക്കുകയാണ്. ജർമ്മൻ പഠിക്കുന്നുണ്ട് എന്നർത്ഥം. നമ്മുടെ ആഗ്രഹങ്ങളെ കുറിച്ച് പറയാൻ, ആവശ്യങ്ങളെ കുറിച്ച് പറയാൻ, ഹോപ്സ്, എക്സ്പെക്ടേഷൻസ്, പ്രതീക്ഷകൾ എല്ലാം പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇപ്പൊ നമ്മൾ കുട്ടികളോട് ചോദിക്കില്ലേ എന്താവണമെന്നാണ് ആഗ്രഹം എന്ന്, നമ്മൾ എങ്ങനെയാ ചോദിക്കുക? ഹു ഡു യു വോണ്ട് ടു ബിക്കം എന്ന് ചോദിക്കാം. അതിന് ആൻസറായി അവർ പറയും ഐ വോണ്ട് ടു ബിക്കം എ ഡോക്ടർ എന്ന് പറയും, അല്ലെങ്കിൽ ഐ വോണ്ട് ടു ബിക്കം എ സയന്റിസ്റ്റ് എന്ന് പറയും, ഐ വോണ്ട് ടു ബിക്കം എ സോഷ്യൽ ആക്ടിവിസ്റ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർ പറയും. ഇവിടെ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. രാഹുലിന്റെ ആഗ്രഹം എന്താണ്? ജർമ്മനിയിൽ പഠിക്കണം എന്നാണ്. ഈ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുക രാഹുൽ ഉപയോഗിച്ചിട്ടാണ്. രാഹുൽ ആഗ്രഹിക്കുന്നു എന്നർത്ഥത്തിൽ നമുക്കിവിടെ വാണ്ട്സ് എന്ന് പറയാം. രാഹുൽ വാണ്ട്സ്, എന്താണ് രാഹുൽ ആഗ്രഹിക്കുന്നത്? ജോലി ചെയ്യാൻ അല്ലെ, അതിന് നമ്മൾ ടു വർക്ക് എന്ന് പറയും. രാഹുൽ വാണ്ട്സ് ടു വർക്ക്, എവിടെ ജോലി ചെയ്യാനാണ് രാഹുൽ ആഗ്രഹിക്കുന്നത്? ജർമ്മനിയിൽ. അപ്പൊ നമ്മൾ ഇങ്ങനെ സ്ഥലമല്ല അവസാനമാണ് പറയുക. എവിടെയാണ് ജോലി ചെയ്യുന്നത്, എപ്പോഴാണ്, ഇതെല്ലാം നമ്മൾ അവസാനമായിട്ടാണ് പറയുക. സെന്റൻസിന്റെ അവസാനമാണ് ഇതെല്ലാം വരിക. രാഹുൽ വാണ്ട്സ് ടു വർക്ക് ഇൻ ജർമ്മനി. ഇവിടെ വാണ്ട് എന്ന വെർബിന് ശേഷം നമ്മൾ ഒരു എസ് ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം ഇവിടുത്തെ സബ്ജക്റ്റ് രാഹുൽ എന്ന് പറയുന്ന സിംഗുലർ നൗൺ ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ വാണ്ട്സ് എന്ന് പറയുന്നത്.
രാഹുൽ വാണ്ട്സ് ടു വർക്ക് ഇൻ ജർമ്മനി. അതുകൊണ്ട് അവൻ ജർമ്മൻ പഠിക്കുകയാണ്. അതുകൊണ്ട് എന്ന് പറയാൻ നമ്മൾ സോ എന്ന് പറയും. സോ ജർമ്മൻ പഠിക്കുകയാണ്. ഇതൊരു കണ്ടിന്യൂസ് ആക്ടിവിറ്റിയാണ്. ഒരു ഭാഷ പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചെല്ലാം പറയാൻ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുകയാണെന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ പറയാം ഐ എം ലേണിംഗ് ഇംഗ്ലീഷ് എന്നാണ്. ഐ ലേൺ ഇംഗ്ലീഷ് എന്നല്ല പറയുക. ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഫോമാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ അതുകൊണ്ട് അവൻ ജർമ്മൻ പഠിക്കുകയാണെന്ന് നമ്മൾ എങ്ങനെ പറയും? സോ ഹി ഈസ് ലേണിംഗ് ജർമ്മൻ. ഇവിടെ ഈസ് ഉപയോഗിക്കാൻ കാരണം ഇവിടുത്തെ സബ്ജക്റ്റ് ഹി എന്ന സിംഗുലർ പ്രൊനൗൺ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ കൂടെ ഈസ് ഉപയോഗിക്കുന്നത്. രോഹൻ ഒരിക്കലും തൃപ്തനല്ല. അവൻ എപ്പോഴും പരാതി പറയുന്നു. രോഹൻ തൃപ്തനാണ് എന്നെങ്ങനെയാ നമ്മൾ പറയാ? ഇതിപ്പോ നെഗറ്റീവ് സെന്റൻസ് ആണ് എന്ന് പറയാൻ നമ്മൾ എന്ത് പറയും? ഈസ് ഉപയോഗിക്കും അല്ലെ? ഇവിടുത്തെ സബ്ജക്റ്റ് രോഹൻ ആയ സിംഗുലർ നൗൺ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈസ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ സബ്ജക്റ്റ് ഐ ആണെങ്കിൽ നമ്മൾ ആം എന്ന് പറയുമായിരുന്നു. സബ്ജക്റ്റ് ഒരു പ്ലൂറൽ നൗൺ ആണെങ്കിൽ നമ്മൾ ആർ എന്ന് പറയുമായിരുന്നു. അപ്പൊ രോഹൻ തൃപ്തനാണെന്ന് പറയാൻ രോഹൻ ഈസ് സാറ്റിസ്ഫൈഡ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തൃപ്തിയുള്ളവരാണ് എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് സാറ്റിസ്ഫൈഡ് എന്നാണ്. അപ്പൊ രോഹൻ ഈസ് സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞാൽ രോഹൻ തൃപ്തനാണ്. ഇവിടെ നമുക്ക് പറയേണ്ടത് രോഹൻ ഒരിക്കലും തൃപ്തനല്ല എന്നാണ്. ഒരിക്കലും എന്ന് പറയുമ്പോൾ നെവർ. അപ്പൊ നമ്മളത് എങ്ങനെ പറയും? രോഹൻ ഈസ് നെവർ സാറ്റിസ്ഫൈഡ്. ഒരിക്കലും ഇല്ല എന്നാണ് നെവറിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ അതിന്റെ കൂടെ ഒരു നോട്ട് ഉപയോഗിക്കുന്നില്ല. രോഹൻ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് എന്ന് പറയുമ്പോൾ രോഹൻ സംതൃപ്തനല്ല എന്നും അർത്ഥം. രോഹൻ ഒരിക്കലും തൃപ്തനല്ല എന്ന് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ രോഹൻ ഈസ് നെവർ സാറ്റിസ്ഫൈഡ് എന്ന് പറയുന്നത്. നെവർ നോട്ടിന് പകരമായിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നോട്ടിനേക്കാൾ കുറച്ചുകൂടി സ്ട്രോങ് ആണ് അതെന്ന് മാത്രം. അവൻ എപ്പോഴും പരാതി പറയുന്നു. ഇത് നമ്മൾ എങ്ങനെ പറയും? സബ്ജക്റ്റ് ഇവിടെ അവൻ എന്ന് പറയുമ്പോൾ ഹി ആണ്. എപ്പോഴും ഓൾവേസ് അല്ലേ? ഇവിടെ ഇപ്പോഴും എന്നാണ് എഴുതിയിരിക്കുന്നത്. തെറ്റാണ്. എപ്പോഴും എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അവൻ എപ്പോഴും പരാതി പറയുന്നു എന്ന് പറയുമ്പോൾ പരാതി പറയുക എന്നതിന് നമ്മൾ കംപ്ലൈൻ എന്ന് പറയും. അപ്പൊ നമ്മളത് ഇങ്ങനെ പറയും, ഹി ഓൾവേസ് കംപ്ലൈൻസ് എന്ന് നമുക്ക് പറയാം. പക്ഷെ അതിനേക്കാൾ നല്ലതായി ഇവിടെ ഉപയോഗിക്കാവുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഹി ഓൾവേസ് കംപ്ലൈൻസ് എന്ന് പറയുമ്പോൾ അതൊരു ഫാക്ട് എന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത്. അവൻ എപ്പോഴും പരാതി പറയുന്ന ഒരു സ്വഭാവമുണ്ട്. ഇനി അവന്റെ ആ പരാതി പറയുന്നതിൽ നമുക്ക് പരാതി ഉണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയാൻ ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ ആരെങ്കിലും ഒരാളെ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതിന് അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടി നമ്മളിവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും. അപ്പൊ നമ്മളിത് ഇങ്ങനെയാണ് പറയുക, ഹി ഈസ് ഓൾവേസ് കംപ്ലൈനിങ്. അവൻ എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതായത് അവന്റെ പരാതി പറയുന്നത് നമുക്ക് കൂടി ഇറിറ്റേഷൻ ആയിട്ടുണ്ട് എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുമ്പോൾ അതൊരു ഫാക്ട് എന്ന രീതിയിലാണ് പറയുന്നത്. അവൻ എപ്പോഴും പരാതി പറയുന്ന ഒരു സ്വഭാവമുണ്ട് എന്നേ അതിനർത്ഥമുള്ളൂ ഹി ഓൾവേസ് കംപ്ലൈൻസ് എന്ന് പറയുമ്പോൾ. പക്ഷെ ഇവിടെ നമ്മൾ ഹി ഈസ് ഓൾവേസ് കംപ്ലൈനിങ് എന്ന് പറയുമ്പോൾ അവന്റെ ആ സ്വഭാവം നമുക്ക് ഇഷ്ടമല്ല എന്നൊരർത്ഥം കൂടി അതിനുണ്ട്. എനിക്ക് വിശക്കാൻ തുടങ്ങുന്നു. എനിക്ക് വിശക്കുന്നു. അപ്പൊ എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ ഐ എം ഹംഗ്രി എന്ന് പറയാം. എനിക്ക് വിശക്കാൻ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ എങ്ങനെ പറയും? ഇവിടുത്തെ സബ്ജക്റ്റ് ഐ ആണ്, ഞാനാണ്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന വെർബ് ആം ആണ്. ഐ ആം ഗെറ്റിംഗ് ഹംഗ്രി. അങ്ങനെ നമുക്ക് പറയാം. എനിക്ക് വിശക്കാൻ തുടങ്ങുന്നു. ഇപ്പൊ എനിക്ക് ദേഷ്യം വരുന്നു എന്നാ പറയേണ്ടതെങ്കിൽ നമ്മൾ എന്താ പറയാ? ഐ എം ഗെറ്റിംഗ് ആംഗ്രി എന്ന് പറയും. അതുപോലെ എനിക്ക് വിശക്കാൻ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ഐ എം ഗെറ്റിംഗ് ഹംഗ്രി. എനിക്ക് വിശക്കാൻ തുടങ്ങുന്നു. നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാം. ഗെറ്റ് ഉപയോഗിച്ച് നമുക്കിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. ഇപ്പോൾ ഒരാൾ ചെറുപ്പമായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പറയേണ്ടതെന്ന് കരുതുക. അതായത് ആളുകൾക്ക് ചെറുപ്പമാവാൻ സാധിക്കില്ല, പക്ഷെ എന്നാലും നമ്മൾ ചിലരെ കാണുമ്പോൾ അങ്ങനെ പറയില്ലേ, ചെറുപ്പമായിക്കൊണ്ടിരിക്കുകയാണെന്ന്. അതിന് നമ്മൾ ഇതാ പറയാം, ഷീസ് ഗെറ്റിംഗ് യങ്ങർ. അങ്ങനെയാണ് പറയാം, ചെറുപ്പമായി കൊണ്ടിരിക്കുകയാണ്. ആ ഗെറ്റിംഗ് എന്ന എക്സ്പ്രഷന് ഒരു ചേഞ്ച് ആണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ഐ ആം ഗെറ്റിംഗ് ഹംഗ്രി എന്ന് പറയുമ്പോൾ എനിക്ക് വിശപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്, വിശപ്പ് കൂടി കൂടി വരുന്നു എന്നർത്ഥം. നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം, ഒരു സജഷൻ അങ്ങോട്ട് വെക്കുന്നതിന് വേണ്ടി, നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക ലെറ്റ്സ് ആണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാം എന്നാണ് പറയുന്നത്. പോയി കഴിക്കുക എന്ന് പറയുമ്പോൾ ലെറ്റ്സ് ഗോ ആൻഡ് ഈറ്റ്. എന്തെങ്കിലും എന്ന അർത്ഥത്തിൽ നമ്മളിവിടെ സംതിങ് ഉപയോഗിക്കും. ലെറ്റ്സ് ഗോ ആൻഡ് ഈറ്റ് സംതിങ്. നമുക്ക് പോയി എന്തെങ്കിലും കഴിക്കാം. അപ്പൊ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സംതിങ് ആണ്, എന്തെങ്കിലും എന്ന അർത്ഥത്തിൽ. അതിന് കാരണം ഇത് അഫിർമേറ്റീവ് സെന്റൻസ് ആണ്. അതായത് ഇത് നെഗറ്റീവ് അല്ല. നെഗറ്റീവ് അല്ലാത്തതിന്റെ ഓപ്പോസിറ്റ് ആണ് അഫിർമേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അഫിർമേറ്റീവ് സെന്റൻസസിൽ നമ്മൾ സം ആണ് ഉപയോഗിക്കുക. സംതിങ്, സംബഡി, അതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. ലെറ്റ്സ് ഗോ ആൻഡ് ഈറ്റ് സംതിങ് എന്നാണ് പറയുന്നത്. ഇരുട്ടാവുന്നു, ഇതെങ്ങനെ പറയുന്നു? ഇപ്പൊ നേരത്തെ ഞാൻ എനിക്ക് വിശക്കാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെയുള്ള ഒരു എക്സ്പ്രഷൻ ആണിത്, ഇരുട്ടാവുന്നു. അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? അപ്പൊ ഇവിടെ നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുക ഇറ്റ് ആണ്. കാരണം ഇതിന് പ്രത്യേകിച്ച് ഒരു സബ്ജക്റ്റ്
സബ്ജക്റ്റ് ഇല്ല. ഇങ്ങനെ സബ്ജക്റ്റ് ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ഒരു പ്രിപ്പറേറ്ററി സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ പലപ്പോഴും ഇറ്റിനെ ഉപയോഗിക്കാറുണ്ട്. മഴ പെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഇറ്റ് ഈസ് ട്രെയിനിങ് എന്നല്ലേ പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ ഇരുട്ടാവുന്നു എന്ന് പറയാൻ നമ്മൾ പറയാം ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡാർക്ക് എന്നാണ് പറയുക. ഇരുട്ടാവുന്നു, ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡാർക്ക്. നമുക്ക് വീട്ടിൽ പോവാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സജഷൻ അങ്ങോട്ട് വെക്കുകയാണ്. അതിന് നമ്മൾ പറയുന്നത് ലെറ്റ്സ് ഗോ ഹോം എന്നാണ്. നമുക്ക് വീട്ടിൽ പോവാം. ആ ഗോ ഹോം എന്ന എക്സ്പ്രഷനിൽ പ്രിപ്പോസിഷൻസ് ഒന്നും തന്നെ ഇല്ല. ലെറ്റ്സ് ഗോ ടു ഹോം എന്നല്ല പറയുന്നത്, ലെറ്റ്സ് ഗോ ഹോം എന്നാണ് പറയുന്നത്. എനിക്ക് പ്രായമാവുന്നു, ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു ചേഞ്ച്, അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതെങ്ങനെയാ ഞാൻ പറയാ? ഐ എം ഗെറ്റിംഗ് ഓൾഡ്, എനിക്ക് പ്രായമാകുന്നു. നേരത്തെ അവൾ ചെറുപ്പമായി കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഷീ ഈസ് ഗെറ്റിംഗ് യങ്ങർ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഇവിടെ എനിക്ക് പ്രായമാവുന്നു എന്ന് പറയാൻ ഐ എം ഗെറ്റിംഗ് ഓൾഡ് എന്ന് പറയും. റാണി ഇപ്പോൾ മുംബൈയിൽ ആണ്. റാണി ഇപ്പോൾ മുംബൈയിലാണെന്ന് എങ്ങനെ പറയും? ഇവിടുത്തെ സബ്ജക്റ്റ് റാണിയാണ്. അപ്പൊ നമ്മൾ റാണി ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യത്. മുംബൈയിലാണ് എന്നെങ്ങനെ പറയും? റാണി ഈസ് മുംബൈയിൽ എന്ന അർത്ഥത്തിൽ നമ്മൾ ഇൻ എന്ന് പറയും. റാണി ഈസ് ഇൻ മുംബൈ നൗ. റാണി ഇപ്പോൾ മുംബൈയിലാണ്. ഇവിടെ നൗ എന്ന അഡ്വർബ് ഉപയോഗിച്ചിരിക്കുന്നത് അവസാനമാണ്. ഇപ്പോൾ എന്ന സമയത്തിനെ സൂചിപ്പിക്കുന്ന വാക്കുകളൊക്കെ പൊതുവെ നമ്മൾ അവസാനമാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക. റാണി ഈസ് നൗ ഇൻ മുംബൈ എന്നല്ല നമ്മൾ പറയുന്നത്, റാണി ഈസ് ഇൻ മുംബൈ നൗ. അവൾ അവിടെ ഒരു പേയിങ് ഗസ്റ്റ് ആയാണ് താമസിക്കുന്നത്. അവൾ, ഇവിടുത്തെ സബ്ജക്റ്റ് ഷീ ആണ്. അവിടെ, ദർ. ഒരു പേയിങ് ഗസ്റ്റ് ആയി എന്ന് പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം ആസ് എ പേയിങ് ഗസ്റ്റ് എന്നാണ്. ആസ് എന്നൊരു എക്സ്പ്രഷൻ അവിടെ ആഡ് ചെയ്യുമ്പോൾ അതിനർത്ഥം അതുപോലെ, അതായി, അതൊക്കെയാണ് അതിനർത്ഥം. താമസിക്കുക എന്ന് പറയുമ്പോൾ സ്റ്റേ. അപ്പോൾ ഷീ ഈസ് സ്റ്റേയിങ്, ഇതൊരു കണ്ടിന്യൂസ് ആക്ടിവിറ്റിയാണ്. അവളവിടെ താമസിക്കുന്നു എന്നാണ് പറയുന്നതല്ലോ. ഇപ്പോൾ ടെമ്പററി ആയിട്ടാണ്, താൽക്കാലികമായിട്ടാണെങ്കിലും അതൊരു കണ്ടിന്യൂസ് ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഷീ ഈസ് സ്റ്റേയിങ് ദർ, അവൾ അവിടെ താമസിക്കുന്നത് ഒരു പേയിങ് ഗസ്റ്റ് ആയിട്ടാണ്. ഷീ ഈസ് സ്റ്റേയിങ് ദർ ആസ് എ പേയിങ് ഗസ്റ്റ്. ഷീ ഈസ് സ്റ്റേയിങ് ദർ ആസ് എ പേയിങ് ഗസ്റ്റ്. അവിടെ എ ഉപയോഗിക്കാൻ കാരണം ഒരു പേയിങ് ഗസ്റ്റ് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഗസ്റ്റ് എന്ന് പറയുന്നത് ഒരു സിംഗുലർ നൗൺ ആണ്. സിംഗുലർ നൗൺസിന്റെ കൂടെ നമുക്ക് എപ്പോഴും ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡിറ്റർമിനർ, അതൊരു പൊസസീവ് ആയിരിക്കാം, മൈ, യുവർ, ഹിസ്, ഹെർ, അതുപോലത്തെ എന്തെങ്കിലും വാക്കായിരിക്കാം. അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റീവ് ആയിരിക്കാം, ദിസ്, ദാറ്റ്, ദീസ്, ദോസ്, അങ്ങനെ എന്തെങ്കിലും ഒന്നായിരിക്കാം. പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒന്നൊരു സിംഗുലർ നൗണിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. ഷീ ഈസ് സ്റ്റേയിങ് ദർ ആസ് പേയിങ് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ. ഷീ ഈസ് സ്റ്റേയിങ് ദർ ആസ് എ പേയിങ് ഗസ്റ്റ്. ഒരു പേയിങ് ഗസ്റ്റ് എന്ന അർത്ഥത്തിൽ എ പേയിങ് ഗസ്റ്റ് എന്ന് തന്നെ വേണം നമ്മൾ പറയാൻ. ഞാൻ എപ്പോഴും ജോലിക്ക് കാറിൽ ആണ് പോവാറ്. ഇതും ഹാബിറ്റിനെ കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ പതിവായി ചെയ്യുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുക സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സബ്ജക്റ്റ് ഞാൻ, ഐ. എപ്പോഴും, ഓൾവേസ്. ജോലിക്ക് പോവുക എന്നതിന് നമ്മൾ ഗോ ടു വർക്ക് എന്ന് പറയും. കാറിലാണ് പോവാറെന്ന് പറയുമ്പോൾ ബൈ കാർ. അപ്പൊ നമ്മളിത് ഇങ്ങനെയാണ് പറയുക, ഐ ഓൾവേസ് ഗോ ടു വർക്ക് ബൈ കാർ. ഞാൻ എപ്പോഴും ജോലിക്ക് പോകുന്നത് കാറിനാണ്. കാറിൽ ആണ് എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ ബൈ കാർ എന്ന് പറയുന്നത്. ട്രെയിനിനാണ് പോകുന്നതെങ്കിൽ നമ്മൾ ബൈ ട്രെയിൻ എന്ന് പറയും. ബസ് ആണെങ്കിൽ ബൈ ബസ് എന്ന് പറയും. ഐ ഓൾവേസ് ഗോ ടു വർക്ക് ബൈ കാർ. ഈ ഓൾവേസ്, നെവർ, എവർ, ഇത്തരം എക്സ്പ്രഷൻസ് എല്ലാം വെർബിന് മുന്നിലായിട്ടാണ് വരിക. ഇതൊക്കെ ഫ്രീക്വൻസി അഡ്വേർബ്സ് ആണ്. അത് എപ്പോഴും വെർബിന്റെ മുന്നിൽ വരും. ഇവിടെ ഇപ്പോൾ അത് ഗോ എന്ന വെർബിന്റെ മുന്നിലായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് സബ്ജക്റ്റിനും വെർബിനും ഇടയിലാണ് ആ ഫ്രീക്വൻസി അഡ്വേർബ് വന്നിരിക്കുന്നത്. അഡ്വേർബ്സിന് മാത്രമേ ഇങ്ങനെ സബ്ജക്റ്റിനും വെർബിനും ഇടയിൽ വരാൻ സാധിക്കുകയുള്ളൂ. മറ്റു വേർഡ്സിനൊന്നും ഒരു സബ്ജക്റ്റിനും അതിന്റെ വെർബിനും ഇടയിൽ പോകാൻ സാധിക്കില്ല. അഡ്വേർബ്സിന് അത് പറ്റും. ഇനിയിപ്പോൾ ഞാൻ നടന്നാണ് ഓഫീസിൽ പോകുന്നതെങ്കിലോ അതിനെക്കുറിച്ച് എങ്ങനെയാ പറയാ? ഐ വോക്ക് ടു വർക്ക് എന്ന് പറയും. ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് നടന്നാണ് പോവാറ്. ടു വർക്ക് എന്ന് പറയുമ്പോൾ ജോലി സ്ഥലത്തേക്ക്, അതാണ് ആ എക്സ്പ്രഷൻ അർത്ഥം. ഐ വോക്ക് ടു വർക്ക്, ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് നടന്നാണ് പോവാറ്. ഞാൻ ഇവിടെ നടന്നാണ് വന്നതെന്ന് പറയണമെങ്കിലോ അതിന് നമ്മൾ എങ്ങനെയാണ് പറയുക? ഐ കെയിം ഹിയർ ഓൺ ഫുട്ട്. ബൈ ഫുട്ട് എന്നല്ല പറയുക. നമ്മൾ നടന്നു വരുന്നതിനെ കുറിച്ച് പറയാൻ ഓൺ ഫുട്ട് എന്നാണ് പറയുക. ഐ കെയിം ഹിയർ ഓൺ ഫുട്ട്. ഞാൻ ഇവിടെ നടന്നാണ് വന്നത്. നീ എപ്പോഴും സാധനങ്ങൾ കൊണ്ട് കളയുന്നു. ചില ആളുകൾ അങ്ങനെയുണ്ട്, അവർ എന്ത് കിട്ടിയാലും അത് കളഞ്ഞുകൊണ്ടിരിക്കും. ഇത് നമ്മൾ പരാതിയാണ് പറയുന്നത്. അവർക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന് നമ്മൾ അവരെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നതല്ലേ. അങ്ങനെ ഈ കുറ്റപ്പെടുത്തുക, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ രോഹനെ കുറിച്ച് പറഞ്ഞ സമയത്ത് അവൻ എപ്പോഴും പരാതി പറയുന്നു എന്ന്. അപ്പോൾ നമ്മളവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിച്ചത്. അതായത് അവൻ അവിടെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ അത് വെറും ഒരു ഫാക്റ്റ് ആണ്. അവൻ പരാതി പറയുന്നു എന്ന് നമ്മൾ വെറുതെ പറയുകയാണ്. അവന്റെ ആ പരാതി പറയുന്നതിൽ നമുക്ക് പരാതിയുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് നമ്മളവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഹി ഈസ് ഓൾവേസ് കംപ്ലൈനിങ്. അത് തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുക. നീ എപ്പോഴും സാധനങ്ങൾ കൊണ്ടുകളയുന്നു. നമുക്ക് ആ സ്വഭാവം ഇഷ്ടമല്ല എന്ന അർത്ഥത്തിൽ നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്, യു ആർ ഓൾവേസ് ലൂസിങ് തിങ്സ്. നീ എപ്പോഴും സാധനങ്ങൾ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സബ്ജക്റ്റ് യു ആയതുകൊണ്ടാണ് നമ്മളിവിടെ ആർ എന്ന വെർബ് ഉപയോഗിച്ചത്. അതിനുശേഷം എപ്പോഴും എന്ന അർത്ഥത്തിൽ നമ്മൾ ഓൾവേസ് ഉപയോഗിച്ചു. സാധനങ്ങൾ കളയുന്നതിന് ലൂസിങ് തിങ്സ് എന്ന് പറയും.
യു ആർ ഓൾവേസ് ലൂസിങ് തിങ്സ്. നീ എപ്പോഴും കമ്പ്യൂട്ടർ ഗെയിംസ് കളിക്കുന്നു. ഇവിടുത്തെ സബ്ജക്റ്റ് നീ ആണ്. എപ്പോഴും എന്ന് പറയുമ്പോൾ ഓൾവേസ്. കമ്പ്യൂട്ടർ ഗെയിംസ് തന്നെ. കളിക്കുക എന്ന് പറയുമ്പോൾ പ്ലേ. ഇതൊരു കണ്ടിന്യൂസ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് പ്ലേ എന്ന വെർബിന്റെ പ്രസന്റ് കണ്ടിന്യൂസ് ഫോം എന്താണ്? ഈസ് പ്ലേയിങ് ആവാം, ആം പ്ലേയിങ് ആവാം, ആർ പ്ലേയിങ് ആവാം. ഇവിടുത്തെ സബ്ജക്റ്റ് യു ആയത് കാരണം നമ്മളിവിടെ ഉപയോഗിക്കുക ആർ പ്ലേയിങ് ആണ്. യുവിൻ്റെ കൂടെ നമ്മൾ ആർ എന്ന ഓക്സിലറിയാണ് ഉപയോഗിക്കുക. എപ്പോഴും എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഓൾവേസ് പറയും. യു ആർ ഓൾവേസ് പ്ലേയിങ് കമ്പ്യൂട്ടർ ഗെയിംസ്. അങ്ങനെ വേണം നമ്മളിത് പറയാൻ. യു ആർ ഓൾവേസ് പ്ലേയിങ് കമ്പ്യൂട്ടർ ഗെയിംസ്. ഇവിടെ ഓൾവേസ് എന്ന അഡ്വർബിന്റെ പൊസിഷൻ നോക്കൂ. അത് ആർ എന്ന ഓക്സിലറി വെർബിന് ശേഷമാണ് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രീക്വൻസി അഡ്വേർബ്സ് വെർബിന് മുന്നിലാണ് വരിക. പിന്നെ അതിവിടെ വെർബിന് ഇടയിൽ വന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ വെർബിൽ രണ്ടോ അതിൽ കൂടുതലോ വാക്കുകൾ വരുന്ന സാഹചര്യങ്ങളിൽ ഫ്രീക്വൻസി അഡ്വർബ് അതിലെ ആദ്യത്തെ ഓക്സിലറി വെർബ് ഏതോ അതിന് ശേഷമാണ് വരിക. അതുകൊണ്ടാണ് നമ്മളിവിടെ ആർ എന്ന ഓക്സിലറിക്ക് ശേഷം ഓൾവേസ് ഉപയോഗിച്ച് യു ഓൾവേസ് ആർ പ്ലേയിങ് എന്നല്ല പറയുക, യു ആർ ഓൾവേസ് പ്ലേയിങ് എന്നാണ് പറയുക. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. വെർബിൽ ഒറ്റ വാക്കേ ഉള്ളൂ എങ്കിൽ ഫ്രീക്വൻസി അഡ്വർബ് ആ വാക്കിന് ആ വെർബിന് മുന്നിൽ പോകും. വെർബിൽ ഒന്നിൽ കൂടുതൽ വാക്കുകളുണ്ട്, ഒന്നിൽ കൂടുതൽ വാക്കുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ആ വെർബ് ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ അതിലെ ആദ്യത്തെ ഓക്സിലറി വെർബ് ഏതോ അതിന് ശേഷമാണ് നമ്മൾ ഫ്രീക്വൻസി അഡ്വർബ് ഉപയോഗിക്കുക. യു ആർ ഓൾവേസ് പ്ലേയിങ് കമ്പ്യൂട്ടർ ഗെയിംസ്. നീ എപ്പോഴും കമ്പ്യൂട്ടർ ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എന്തുകൊണ്ട് പഠിക്കുന്നില്ല? ഒരാൾ എന്തുകൊണ്ട് ഒരു കാര്യം ചെയ്യുന്നില്ല എന്ന് ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ വൈ ഡോണ്ട് യു എന്നാണ്. എന്തുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുന്നില്ല എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് എപ്പോഴും ഈ എക്സ്പ്രഷൻ ഉപയോഗിക്കാം, വൈ ഡോണ്ട് യു. ഇപ്പൊ ഇവിടെ നമുക്ക് ചോദിക്കേണ്ടത് എന്തുകൊണ്ട് പഠിക്കുന്നില്ല എന്നാണ് അല്ലേ. അപ്പൊ നമ്മളത് ഇങ്ങനെ പറയും, വൈ ഡോണ്ട് യു സ്റ്റഡി. നീ എന്തുകൊണ്ട് പഠിക്കുന്നില്ല. ഇനിയിപ്പോൾ നീ എന്തുകൊണ്ട് പുറത്ത് പോയി കളിക്കുന്നില്ല എന്നാ ചോദിക്കേണ്ടതെങ്കിലും അപ്പോൾ നമ്മൾ എന്താ ചോദിക്കുക, വൈ ഡോണ്ട് യു ഗോ ഔട്ട് ആൻഡ് പ്ലേ. നീ ഗോ ഔട്ട് എന്ന് പറയുമ്പോൾ പുറത്ത് പോവുക, കളിക്കുക എന്ന് പറയുമ്പോൾ പ്ലേ. വൈ ഡോണ്ട് യു ഗോ ഔട്ട് ആൻഡ് പ്ലേ, അതിനർത്ഥം നീ എന്തുകൊണ്ട് പുറത്തു പോയി കളിക്കുന്നില്ല. നിനക്ക് സുഖം തോന്നുന്നില്ലെങ്കിൽ നീ എന്തുകൊണ്ടൊരു ഡോക്ടറെ കാണുന്നില്ല. സുഖം തോന്നുക എന്ന് പറയുമ്പോൾ ഫീൽ വെൽ. നിനക്ക് സുഖം തോന്നുക എന്ന് പറയുമ്പോൾ യു ആർ ഫീലിംഗ് വെൽ അല്ലേ. നമ്മളിവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ഫോം ആണ് ഉപയോഗിക്കുന്നത്. എങ്കിൽ എന്ന മീനിങ്ങിന് നമ്മൾ എന്ത് ചെയ്യും, ഈഫ് ആഡ് ചെയ്യും. ഈഫ് ഉപയോഗിച്ച് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. സുഖം തോന്നുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് യു ആർ നോട്ട് ഫീലിംഗ് വെൽ എന്ന് വേണം പറയാൻ. യു ആർ ഫീലിംഗ് വെൽ എന്ന് പറയുമ്പോൾ നിനക്ക് സുഖം തോന്നുന്നു എന്നർത്ഥം. നിനക്ക് സുഖം തോന്നുന്നില്ല എന്ന് പറയാൻ യു ആർ നോട്ട് ഫീലിംഗ് വെൽ എന്ന് പറയും. ഇനി എങ്കിൽ എന്ന മീനിങ്ങിന് വേണ്ടി നമ്മൾ അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഈഫ് കൂടി ഉപയോഗിക്കും. ഈഫ് യു ആർ നോട്ട് ഫീലിംഗ് വെൽ, നിനക്ക് സുഖം തോന്നുന്നില്ലെങ്കിൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തുകൊണ്ട് ഡോക്ടറെ കാണുന്നില്ല എന്നുള്ളതിന് വൈ ഡോണ്ട് യു സീ എ ഡോക്ടർ. ഡോക്ടറെ കാണുക എന്നുള്ളതിന് സീ എ ഡോക്ടർ എന്നാണ് ഇംഗ്ലീഷിലും പറയുക. ഇഫ് യു ആർ നോട്ട് ഫീലിംഗ് വെൽ വൈ ഡോണ്ട് യു സീ എ ഡോക്ടർ. എന്തുകൊണ്ട് ഒരു ഡോക്ടറെ കാണുന്നില്ല. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു ഈഫ് ക്ലോസ് ഉപയോഗിച്ചല്ലേ, അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു കോമ ഉപയോഗിച്ച് അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിനെ വൈ ഡോണ്ട് യു സീ എ ഡോക്ടർ എന്ന് വെച്ചും സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, വൈ ഡോണ്ട് യു സീ എ ഡോക്ടർ ഇഫ് യു ആർ നോട്ട് ഫീലിംഗ് വെൽ. ഇത് എഴുതുന്ന സമയത്ത് നമ്മൾ അതിൽ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യാറില്ല. ഇങ്ങനെ ഒരു ഈഫ് ക്ലോസ്, വെൻ ക്ലോസ്, വിച്ച് ക്ലോസ് അതെല്ലാം സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോഴാണ് നമ്മൾ കോമ ഉപയോഗിച്ച് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഞാൻ സാധാരണ പാർട്ടിക്ക് പോവാറില്ല. ഇതൊരു ഹാബിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഉപയോഗിക്കുക സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സാധാരണ എന്ന് പറയുമ്പോൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ, യൂഷ്വലി. പാർട്ടിക്ക് പോവുക എന്ന് പറയുമ്പോൾ ഗോ ടു പാർട്ടീസ് അങ്ങനെയാണ് പറയുക. പ്ലൂറൽ ഫോം ആണ് ഉപയോഗിക്കുക. അപ്പൊ നമ്മളിത് എങ്ങനെ പറയും, സബ്ജക്റ്റ് ഐ ആണ്. ഐ പോവാറില്ല എന്നാണ് പറയേണ്ടത്. അതായത് നമുക്കൊരു നെഗറ്റീവ് വെർബാണ് ഇവിടെ വേണ്ടത്. പോവുക എന്ന് പറയുമ്പോൾ ഗോ അല്ലെ. അതിന്റെ നെഗറ്റീവ് ഫോം ഇവിടുത്തെ സബ്ജക്റ്റ് ഐ ആയത് കാരണം ഡോൺ ഗോ ആണ്. സബ്ജക്റ്റ് ഹി ആയിരുന്നെങ്കിൽ ഡസിൻ ഗോ ആവുമായിരുന്നു. അപ്പൊ നമ്മളിത് ഇങ്ങനെയാണ് പറയുന്നത്, ഐ ഡോണ്ട് യൂഷ്വലി ഗോ ടു പാർട്ടീസ്. ഞാൻ സാധാരണ പാർട്ടിക്ക് പോവാറില്ല. ഇവിടെ യൂഷ്വലി എന്ന അഡ്വർബ് ഡോണ്ട് എന്ന വെർബിന് ശേഷമാണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെയും വെർബിൽ രണ്ട് വാക്കുകളുണ്ട്. ഡോണ്ട് ഗോ എന്നാണ് ഇവിടുത്തെ വെർബിന്റെ മുഴുവൻ രൂപം. അപ്പൊ ഇങ്ങനെ വെർബിൽ രണ്ടോ അതിൽ കൂടുതലോ വാക്കുകൾ വരുമ്പോൾ ഫ്രീക്വൻസി അഡ്വർബ് ആ ആദ്യത്തെ വെർബിന് ശേഷം വരും. ഇനിയിപ്പോ ഞാൻ സാധാരണ പാർട്ടിക്ക് പോവാറുണ്ട് എന്നാണ് പറയേണ്ടതെങ്കിൽ അപ്പൊ ഞാൻ ഇങ്ങനെയാണ് പറയാ, ഐ യൂഷ്വലി ഗോ ടു പാർട്ടീസ് എന്നാണ്. ഇവിടെ വെർബിൽ ഒറ്റ വാക്കേ ഉള്ളൂ, ഗോ. അതുകൊണ്ട് ആ ഫ്രീക്വൻസി അഡ്വർബ് ആ ഗോ എന്ന വെർബിന് മുന്നിൽ പോയി. ഐ യൂഷ്വലി ഗോ ടു പാർട്ടീസ്. ഇപ്പൊ ഇവിടെ നെഗറ്റീവ് ഫോം ആയതുകൊണ്ട് ഇതിൽ രണ്ട് വാക്കുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ ഡോണ്ടിന് ശേഷമാണ് ആ ഫ്രീക്വൻസി അഡ്വർബിനെ ഉപയോഗിച്ചിട്ടുള്ളത്. ഐ ഡോണ്ട് യൂഷ്വലി ഗോ ടു പാർട്ടീസ്. ഞാൻ ഉദ്ദേശിച്ചത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എങ്ങനെയാ ചോദിക്കുക. അത് നമ്മളെല്ലാവരും സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യമാണ്. ഡു യു അണ്ടർസ്റ്റാൻഡ് അല്ലെ. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു എക്സ്പ്രഷൻ ആണത്, ഡു യു അണ്ടർസ്റ്റാൻഡ്. ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയാൻ വാട്ട് ഐ മീൻ എന്ന് പറയും. ഞാൻ പറഞ്ഞതെന്നാ പറയേണ്ടതെങ്കിലോ വാട്ട് ഐ സെഡ്. ഞാൻ ചെയ്തതെന്നാ പറയേണ്ടതെങ്കിലോ വാട്ട് ഐ ഡിഡ്.
അപ്പൊ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കാൻ നമ്മൾ ഇങ്ങനെ പറയും, ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ. ഇവിടെ ഡു യു അണ്ടർസ്റ്റാൻഡ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. മലയാളത്തിൽ പറയുന്ന ഓർഡറിലല്ല നമ്മളിവിടെ എഴുതുന്നത്. ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ, അങ്ങനെ വേണം ഇത് ചോദിക്കാൻ. എന്റെ പദ്ധതിയെക്കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? എന്റെ പദ്ധതി എന്ന് പറയുമ്പോൾ മൈ പ്ലാൻ. നിന്റെ അഭിപ്രായം എന്ന് ചോദിക്കുക, എന്താ നിന്റെ അഭിപ്രായം എന്ന് ചോദിക്കാൻ നമ്മൾ എന്ത് പറയും? വാട്ട് ഡു യു തിങ്ക് ഓഫ് എന്ന് ചോദിക്കും. എന്താണ് ഒരാളുടെ അഭിപ്രായം എന്ന് ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് വാട്ട് ഡു യു തിങ്ക് ഓഫ് എന്ന എക്സ്പ്രഷനാണ്. വാട്ട് ഡു യു തിങ്ക് ഓഫ് മൈ പ്ലാൻ, എന്റെ പദ്ധതിയെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം. ഇനി എന്റെ ഹെയർ സ്റ്റൈലിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം എന്നാണ് ചോദിക്കേണ്ടതെങ്കിലും അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക? വാട്ട് ഡു യു തിങ്ക് ഓഫ് മൈ ഹെയർ സ്റ്റൈൽ, എന്റെ ഹെയർ സ്റ്റൈലിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം. എന്റെ കാറിനെ കുറിച്ചാണ് അഭിപ്രായം എന്ന് ചോദിക്കണമെങ്കിലോ അപ്പൊ നമ്മൾ എങ്ങനെ ചോദിക്കും? വാട്ട് ഡു യു തിങ്ക് ഓഫ് മൈ ന്യൂ കാർ, എന്റെ പുതിയ കാറിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം. ഇങ്ങനെ എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കാൻ ഇതൊക്കെ ഓർത്തിരിക്കാവുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ എന്താണ് ഒരു ആളുടെ അഭിപ്രായം, എന്തിനെങ്കിലും കുറിച്ച് ഒരാളുടെ അഭിപ്രായം എന്ന് ചോദിക്കാൻ നമ്മളിങ്ങനെ വാട്ട് ഡു യു തിങ്ക് ഓഫ് എന്ന് ചോദിക്കും. ഇന്ന് എന്താ രാഹുൽ ജോലിക്ക് വരാത്തത്? ഒരാൾ ജോലി സ്ഥലത്തുണ്ട് എന്ന് പറയാൻ ഹീസ് അറ്റ് വർക്ക് എന്നാണ് പറയാം. സ്കൂളിലാണെന്ന് പറയാൻ അറ്റ് സ്കൂൾ എന്ന് പറയാം. രാഹുൽ ഈസ് അറ്റ് സ്കൂൾ എന്ന് പറയുമ്പോൾ രാഹുൽ സ്കൂളിലാണ് എന്നർത്ഥം. രാഹുൽ ഈസ് അറ്റ് വർക്ക് എന്ന് പറയുമ്പോൾ രാഹുൽ ജോലി സ്ഥലത്താണ് എന്നർത്ഥം. ഇവിടെ രാഹുൽ ജോലി സ്ഥലത്ത് ഇല്ല, അത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മളിത് ഇങ്ങനെയാണ് ചോദിക്കുന്നത്, എന്താ എന്ന അർത്ഥത്തിൽ. ഇന്ന് എന്താ എന്നല്ലേ ചോദിക്കുന്നത്. എന്താ എന്ന അർത്ഥത്തിൽ നമ്മൾ വൈ എന്ന് പറയും. എന്തുകൊണ്ട്? വൈ രാഹുൽ ഈസ് നോട്ട് അറ്റ് വർക്ക്, അതാണല്ലോ രാഹുൽ ജോലി സ്ഥലത്ത് ഇല്ല എന്ന് പറയാൻ നമ്മൾ രാഹുൽ ഈസ് നോട്ട് അറ്റ് വർക്ക് എന്നാണ് പറയുക. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ ഫോം ആവുമ്പോൾ നമ്മൾ ആ ഈസിനെ എടുത്ത് രാഹുലിന്റെ മുന്നിൽ വെക്കും. വൈ ഈസ് രാഹുൽ നോട്ട് അറ്റ് വർക്ക് ടുഡേ. വൈ ഈസ് രാഹുൽ നോട്ട് അറ്റ് വർക്ക് ടുഡേ എന്ന് ചോദിക്കാം നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് വൈ ഈസ് ഇൻ രാഹുൽ അറ്റ് വർക്ക് ടുഡേ എന്ന് പറയാം. ഷോർട്ട് ഫോം ഉപയോഗിക്കുമ്പോൾ ആ നോട്ട് സബ്ജക്റ്റിന് മുന്നിൽ പോകും, ഈസിന്റെ കൂടെ പോകും. പക്ഷെ ഷോർട്ട് ഫോം അല്ല നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ നോട്ട് സബ്ജക്റ്റിന് ശേഷമാണ് വരിക. ഓക്സിലറി മാത്രമേ അപ്പോൾ സബ്ജക്റ്റിന് മുന്നിൽ പോകും. അപ്പൊ നമുക്കിത് ഇങ്ങനെ പറയാം, വൈ ഈസ് രാഹുൽ നോട്ട് അറ്റ് വർക്ക് ടുഡേ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ വൈ ഈസ് ഇൻ രാഹുൽ അറ്റ് വർക്ക് ടുഡേ എന്ന് ചോദിക്കാം. എന്തുകൊണ്ടാണ് രാഹുൽ ഇന്ന് ജോലിക്ക് വരാത്തത്? ജോലി സ്ഥലത്ത് ഇല്ലാത്തത് എന്നർത്ഥം. എനിക്ക് വിശക്കുന്നു, അതെങ്ങനെ പറയും? സബ്ജക്റ്റ് ഐ ആണ്. വിശക്കുന്നു എന്ന് പറയാൻ ഐ എം ഹംഗ്രി എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐ എം ഫീലിംഗ് ഹംഗ്രി എന്നും പറയാം. ഇത് രണ്ടും നമുക്ക് പറയാവുന്നതാണ്. ഐ എം ഫീലിംഗ് ഹംഗ്രി. എന്തെങ്കിലും കഴിക്കാനുണ്ടോ? എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ചോദിക്കാൻ നമ്മൾ അത് എങ്ങനെയാ ചോദിക്കുന്നത്? ഈസ് ദർ, അതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇവിടെ സബ്ജക്റ്റ് എന്താണെന്ന് നമുക്ക് വ്യക്തമല്ല. എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ചോദിക്കുന്ന അത് ഒബ്ജക്റ്റ് ആണ്, കഴിക്കുന്ന സാധനം. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് ഇല്ലല്ലോ. നേരത്തെ നമ്മൾ മഴ പെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഇറ്റ് ഈസ് റെയിനിങ് എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഇവിടെയും സബ്ജക്റ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഇംഗ്ലീഷിൽ ഇറ്റ്, ദർ ഇതെല്ലാം സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദ്യം. അതുകൊണ്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് ദർ ആണ്. എന്തെങ്കിലും ഉണ്ട് എന്ന് പറയാൻ ഇംഗ്ലീഷിൽ ദർ ആണ് പറയുക. ദർ ഇസ് എ പെൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പെൻ ഉണ്ട് എന്നർത്ഥം. അപ്പൊ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടോ എന്ന് ചോദിക്കാൻ ഈസ് ദർ എന്ന് വെച്ച് നമ്മൾ ആ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യും. ഈസ് ദർ എന്തെങ്കിലും, എനിത്തിങ്. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ടു ഈറ്റ്. ഈസ് ദർ എനിത്തിങ് ടു ഈറ്റ്. ഇവിടെ നമ്മൾ എന്താ എനിത്തിങ് ഉപയോഗിച്ചത്? നേരത്തെ ഒരു സെന്റൻസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും ലെറ്റ്സ് ഗോ ആൻഡ് ഈറ്റ് സംതിങ്. എന്തെങ്കിലും കഴിക്കാം എന്ന് പറയാൻ അവിടെ നമ്മൾ സംതിങ് എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ എനിത്തിങ് എന്നാണ് പറയുന്നത്. അതിന്റെ കാരണം എന്താ? കാരണം ഇത് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിലും നെഗറ്റീവ് സെന്റൻസസിലും നമ്മൾ എന്തെങ്കിലും എന്ന അർത്ഥത്തിൽ എനിത്തിങ് എന്നാണ് പറയുക. അഫിർമേറ്റീവ് സെന്റൻസിൽ നമ്മൾ സംതിങ് എന്നാണ് പറയുക. എന്തെങ്കിലും കഴിക്കാം എന്ന് പറയുമ്പോൾ ലെറ്റ്സ് ഈറ്റ് സംതിങ് എന്നാണ് പറയുക. എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈസ് ദർ എനിത്തിങ് ടു ഈറ്റ്. എന്തെങ്കിലും കഴിക്കാനുണ്ടോ, എനിത്തിങ് ടു ഈറ്റ്. അവിടെ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ദർ എന്ന് പറയുന്ന ആ ഒരു അഡ്വർബിനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം ഇവിടെ ആക്ച്വലി ഒരു സബ്ജക്റ്റ് ഇല്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ സബ്ജക്റ്റ് ഇല്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ ഇറ്റും ദറും ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടോ എന്നാണ് ചോദ്യം. എക്സിസ്റ്റൻസിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് ദർ ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ ഈസ് ദർ എനിത്തിങ് ടു ഈറ്റ് എന്ന് പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. നമ്മൾ സർവ്വസാധാരണയായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന പല സെന്റൻസസും എങ്ങനെ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ ലെസണിൽ പഠിച്ചത്. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സീരീസിലെ മറ്റു വീഡിയോസ് കാണുക. പിന്നെ നിങ്ങൾക്ക് ഗ്രാമർ ലെസൺസോ വർക്ക്ഷീറ്റ്സോ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ perfectyorenglish.com വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ധാരാളം വർക്ക്ഷീറ്റ്സും ലെസൺസും ഉണ്ട്. Thank you for watching.